പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഒരു പ്രഭാതം കൂടെ ദാനമായി തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ വന്ദനം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത സന്ദേശം വളരെ പ്രധാനപ്പെട്ട ചില മർമ്മങ്ങൾ അടങ്ങിയ വചനഭാഗങ്ങളാണ്. കേട്ട് മനസ്സിലാക്കുന്നവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെക്കുറിച്ച് നമുക്ക് വലിയ ധാരണയൊന്നുമില്ല. ദൈവം എങ്ങനെയുള്ളവനാണ്, എന്താണ് ദൈവത്തിൻ്റെ പ്രവൃത്തി, എന്താണ് ദൈവം നമുക്കെതിരായി അനുകൂലമായിട്ടൊക്കെ ചെയ്യുന്നത് എന്നൊന്നും നമുക്ക് ഗ്രഹിക്കുവാനും ഊഹിക്കുവാനും കഴിയില്ല. അങ്ങനെ ഇരിക്കെ ദാവീദിനോട് ദൈവത്തിൻ്റെ സ്വഭാവത്തെ ഒരിക്കൽ നാഥാൻ പ്രവാചകൻ മുഖാന്തരം വെളിപ്പെടുത്തുകയുണ്ടായി. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ചിന്തയ്ക്കായി ഇന്ന് നമുക്ക് നിയോഗിച്ചു തന്നിരിക്കുന്ന വചനം. 2 ശമൂവേൽ 12-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ അത് സകല ഇസ്രായേലും കാണുക സൂര്യൻ്റെ വെട്ടത്ത് അത് ചെയ്ത് കാണിക്കും. നോക്കൂ, അത് പറഞ്ഞ സാഹചര്യത്തെയോ പറഞ്ഞ കാരണത്തെയോ കുറിച്ചല്ല ഈ പ്രഭാതത്തിൽ നമുക്ക് ചിന്തനീയമായിട്ടുള്ളത്. എന്നാൽ ദൈവത്തിൻ്റെ സ്വഭാവവും മനുഷ്യൻ്റെ സ്വഭാവവും തമ്മിലുള്ളതായ ഒരു താരതമ്യ പഠനം പരിശുദ്ധാത്മാവ് ഭക്തന്മാർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു. മനുഷ്യൻ അത് ഗ്രഹിക്കണം. ഇല്ലായെങ്കിൽ മനുഷ്യൻ ദൈവത്തെ കബളിപ്പിക്കുന്നത് പോലെ ആയിപ്പോകും. മനുഷ്യർ മൂഢരായി പോകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചിന്തിക്കുന്നത് സകലതും രഹസ്യത്തിൽ ചെയ്യുന്നത് ദൈവം കാണത്തില്ല. ദൈവം ദാവീദിനോട് പറയുകയാണ്, നീ അത് രഹസ്യത്തിൽ ചെയ്തു. ഏതാണെന്ന് അറിയാമോ? ഏതോ ഒരു പാപത്തെ, മാരകമായ ഒരു പാപത്തെ, പ്രധാനപ്പെട്ട ഒരു പാപത്തെ, ചെയ്തുകൂടാത്ത ഒരു പാപത്തെ ഉദ്ധരിച്ചുകൊണ്ട് ദാവീദിനോട് ദൈവം പ്രവാചകനിൽ കൂടെ സംസാരിക്കുകയാണ്. നീ അത് രഹസ്യത്തിൽ ചെയ്തു, പക്ഷെങ്കിൽ ഞാനോ സൂര്യൻ്റെ വെട്ടത്ത് സകലരും കാണുക അത് ചെയ്ത് കാണിക്കും. അപ്പോൾ രഹസ്യങ്ങളുടെ ദൈവം രഹസ്യത്തിൽ സകലതും കാണുന്നു. രഹസ്യമായി തൻ്റെ മുൻപിൽ ഒന്നുമില്ല. സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ഈ അറിവ് ഉദ്ധരിച്ചും കൊണ്ട്, ഇല്ലെങ്കിൽ ആശയപ്പെടുത്തിക്കൊണ്ട് 139-ാം സങ്കീർത്തനം എഴുതുമ്പോൾ ദാവീദ് പറയുകയാണ്, അയ്യോ, ഞാൻ നിന്നെ ഒളിച്ച് എവിടെ പോകും? ഭൂമിയുടെ അറ്റത്ത് ചെന്നാൽ, പാതാളത്തിൽ ചെന്നാൽ, സമുദ്രത്തിൻ്റെ അധോഭാഗങ്ങളിൽ ചെന്നാൽ, സ്വർഗത്തിൽ കയറിയാൽ, എവിടെ ചെന്നാലും നിന്റെ കൈ എന്നെ പിടിക്കും. നിന്നെ മറഞ്ഞ് എനിക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല. മുമ്പും പിമ്പും നീ അടച്ചിരിക്കുന്നു. ഈ അറിവ് എനിക്ക് തന്നത് അഗാധമാകുന്നു. അതിനുശേഷം 139-ാം സങ്കീർത്തനത്തിൻ്റെ 15-ാം വാക്യത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൃപ തോന്നി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്ന ചില രഹസ്യമുണ്ട്. ദാവീദ് ഒരു വലിയ അറിവിനെ നമുക്ക് തരികയാണ്. നമ്മൾ സാധാരണ ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുമ്പോൾ ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, അവൻ്റെ മൂക്കിൽ ജീവശ്വാസമോ ഊതി അവനെ ജീവനുള്ള ദേഹിയാക്കി തീർത്തു. ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ അവൻ ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് വായിക്കുന്നു. പക്ഷെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ചോദ്യം: മനുഷ്യനെ എവിടെ സൃഷ്ടിച്ചു? ഏത് മണ്ണിൽ നിന്നാണ് സൃഷ്ടിച്ചത്? ഇത് ലോകത്തിൻ്റെ ഒരു ചോദ്യമായിരുന്നു. ശാസ്ത്രജ്ഞന്മാർ ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും പോയി മണ്ണുകൾ പരിശോധിച്ചു. ചന്ദ്രനിൽ നിന്ന് കൊണ്ടുവന്ന, ചൊവ്വയിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് പോലും പരിശോധിച്ചു. മനുഷ്യനെ സൃഷ്ടിച്ച മണ്ണിനോട് സാദൃശ്യമായിട്ടൊരു മണ്ണിനെ കണ്ടുകിട്ടിയില്ല. ഭൂമിയുടെ ഇതര ഭാഗങ്ങളിൽ നിന്ന് എടുത്തതായ മണ്ണുകൊണ്ട് മനുഷ്യ പ്രതിമകൾ ഉണ്ടാക്കി. ഒരു മനുഷ്യനിൽ നിന്ന് ജീവശ്വാസം ആ മനുഷ്യ പ്രതിമയിലേക്ക് പാസ് ചെയ്യിച്ചു. പ്രത്യേക അന്തരീക്ഷത്തിൽ കൂടെ ലബോറട്ടറിയിൽ പാസ് ചെയ്ത് നോക്കി. അവർക്ക് ജീവിപ്പിക്കാമോ എന്ന് കരുതി, പറ്റിയില്ല. അതിൻ്റെ അർത്ഥം ഈ നമ്മുടെ ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന ലവണങ്ങളോടുകൂടി ഒരു മനുഷ്യന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ദാവീദിന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ്, രഹസ്യത്തിൽ ഞാൻ ഉണ്ടാക്കപ്പെടുകയും, അതിനുശേഷം അടുത്ത സെന്റൻസ് നോക്കുക, ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നീ എന്നെ നിർമ്മിച്ചു. അതെന്തിനാ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ എന്നെ നിർമ്മിച്ചത്? അപ്പോൾ നമ്മളെ സൃഷ്ടിച്ചതായ മണ്ണ് എടുത്തിരിക്കുന്നത് ഭൂമിയുടെ അധോഭാഗത്ത് നിന്ന് മനുഷ്യൻ എത്തിപ്പിടിക്കാൻ കഴിയാത്തതായ രഹസ്യ സങ്കേതം, ഭൂമിയുടെ അധോഭാഗം, അവിടെ നിന്ന് എടുത്തതായ മണ്ണിനെ ദൈവം അതിനെ നിർമ്മിച്ചു, സൃഷ്ടിച്ചു, ഉണ്ടാക്കി. എന്നിട്ട് മനുഷ്യന്റെ മുൻപിൽ അതിനെ പ്രസന്റ് ചെയ്തത് ആരാണെന്ന് അറിയാമോ? അമ്മ.
ദാവീദ് അതാണ് പറയുന്നത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ അധോഭാഗത്തിൽ നിന്ന് എടുത്ത മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതായ പാർട്സുകളൊക്കെയും സംയോജിതമാക്കി ക്രമാനുഗതമായി അതിനെ ഒരു സെറ്റപ്പാക്കി ഒരു രൂപാകൃതിയുള്ളവനായി ഒരു രൂപത്തിൽ ഐഡന്റിഫിക്കേഷനിൽ ആണോ പെണ്ണോ അല്ലെങ്കിൽ ചെവിയുള്ളവനോ ചെവിയില്ലാത്തവനോ കൈയുള്ളവനോ കൈയില്ലാത്തവനോ എന്നുള്ളതായ സകല എല്ലാ രംഗങ്ങളോടും കൂടി പരിശുദ്ധമാക്കി ഇതാ ലോകത്തിന് മുൻപിൽ സകലരും കാണുക സൂര്യന്റെ വെളിച്ചത്തിൽ പ്രത്യക്ഷമാക്കി. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാൻ അത് പരസ്യത്തിൽ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവം. കർത്താവ് ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമ്പോൾ പറയുകയാണ്, നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കതക് അടച്ച് അറയുടെ വാതിലിനെ അടച്ച് നീ പ്രാർത്ഥിക്കുക. രഹസ്യത്തിൽ ഉള്ള സ്വർഗസ്ഥനായ പിതാവ് നിന്റെ ആവശ്യങ്ങളെ കേട്ടറിഞ്ഞുകൊണ്ട് നിനക്ക് പ്രതിഫലം തരുന്നത് പരസ്യത്തിൽ. നീ ദൈവമുള്ളവനെന്നും ദൈവം നിനക്ക് തന്നെന്നും ദൈവം നിന്നെ സഹായിക്കുന്നെന്നും ലോകത്തിന് മുൻപിൽ ദൈവം വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നീ രഹസ്യത്തിൽ പറയുന്നതൊക്കെയും ദൈവം കാണുന്നു, കേൾക്കുന്നു. പാപം, രഹസ്യത്തിൽ ചെയ്യുന്ന പാപം, രഹസ്യത്തിൽ ചെയ്യുന്ന പ്രാർത്ഥന. അപ്പോൾ രഹസ്യത്തിലുള്ള പാപങ്ങളുണ്ട്, രഹസ്യത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. ഇതിനെ രണ്ടിനെയും ദൈവം കേൾക്കുകയും കാണുകയും ചെയ്യുന്നു. എന്നാൽ ദൈവം മനുഷ്യനോട് ഇടപെടുന്നത് രഹസ്യത്തിലല്ല, പരസ്യമായിട്ട്. സകലതും സൂര്യന്റെ വെട്ടത്ത് കൊണ്ടെന്ന് ദൈവം വെളിപ്പെടുത്തി കാണിക്കുന്നു. ഇനിയും വേറൊരു മർമ്മപ്രധാനമായ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമിയുടെ അധോഭാഗത്തു നിന്ന് എടുത്തതായ നിർമ്മിച്ചതായ ഈ മനുഷ്യന്റെ ശരീരം അല്ലെങ്കിൽ ഈ മണ്ണ് കുശവന്റെ കയ്യിൽ പിഴച്ചു പോയതിനാൽ ആ മണ്ണിലേക്ക് എറിഞ്ഞു കളഞ്ഞു. നീ മണ്ണാകുന്നു, നിന്നെ മണ്ണിൽ നിന്ന് എടുത്തു ഈ മണ്ണിലേക്ക് തിരികെ ചേരും. ഇവൻ ബാക്ക്. എന്നാൽ ഇവനെ അങ്ങനെ എറിഞ്ഞുകൂടാ, ഇവനെ തിരിച്ചു ചോദിക്കണം. അതിനുവേണ്ടി ഒരുവൻ വന്നു, അവനാണ് ക്രിസ്തു, പുത്രൻ. അപ്പോൾ പുത്രൻ ഈ മണ്ണിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ തിരികെ ചോദിച്ചു. അപ്പോൾ ഈ മണ്ണിൽ നിന്ന് തിരിച്ചു ചോദിച്ചപ്പോൾ അവിടെ ഒരു ആവശ്യകതയുണ്ടായി, ഒരു വില ചോദിച്ചു. ആ വില വലിയ വിലയാണ്. സാധാരണക്കാർക്ക് ഒത്തുകൊള്ളാൻ കഴിയാത്ത ഒരു വലിയ വിലയെ കൊടുക്കേണ്ടി വന്നു. അതാണ് തൻ്റെ രക്തം. ആർക്കാണ് കൊടുത്തതെന്നറിയാം? മണ്ണിനാണ് കൊടുത്തത്. ഈ മണ്ണിലേക്കാണ് ഒഴുകിയത്. പിശാചിനല്ല വില കൊടുത്തത്, ഈ ലോകത്തിനല്ല വില കൊടുത്തത്. ഈ ലോകത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുക്കുവാൻ വേണ്ടി ഈ മണ്ണിന് ദൈവം കൊടുത്തതായ വിലയാണ് തൻ്റെ പുത്രൻ്റെ രക്തം. വെള്ളവും രക്തവുമായി ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അതിനുശേഷം കർത്താവ് ഒരു ഉപമ ശിഷ്യന്മാരോട് പറഞ്ഞു. ഒരുവൻ, ഒരു വലിയ വ്യാപാരി ഒരു മുത്തിനെ, വിലയേറിയ മുത്തിനെ കണ്ടു, അതിനെ മറച്ചു വെച്ചു. ചെന്നതിന് ശേഷം തനിക്കുള്ളതൊക്കെയും വിറ്റു ആ മുത്തിരിക്കുന്ന വയലിനെ വാങ്ങി. വയലിനെ വാങ്ങിയിട്ട് പറഞ്ഞു, അതിനുശേഷം വയലിനോട് എന്താ പറഞ്ഞെന്നറിയാമോ? കീപ് ഇറ്റ് അണ്ടിൽ ഐ കം ബാക്ക്. ഞാൻ വരുന്നിടം വരെ ഇതിനെ വെച്ചുകൊള്ളുക. ശിഷ്യന്മാരോട് പറഞ്ഞു, ഐ വിൽ കം ബാക്ക്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വം നിങ്ങൾ പ്രാപിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരിക്കൽ തന്നതായ ശരീരത്തെ വീണ്ടും റിസറക്റ്റ് ചെയ്യുവാൻ, റീസറക്റ്റ് ചെയ്യുവാൻ. ആദ്യം ഒന്ന് എറക്റ്റ് ചെയ്തു, അത് പിഴച്ചുപോയി, അത് മണ്ണിന് തിരികെ കൊടുത്തു. യു ടേക്ക് ഇറ്റ്. എന്നാൽ എനിക്കൊരു ശുദ്ധമായ ഒരു സംഗതി അതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി അതിൽ നിന്ന് ഞാൻ സറക്റ്റ് ചെയ്യും. അതാണ് റിസറക്ഷൻ, ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വം. ഈ പുത്രത്വം മനുഷ്യൻ പ്രാപിക്കുവാൻ, അങ്ങനെ ഒരു രൂപാന്തരം ഉണ്ടാകുവാൻ ചില ചലനങ്ങൾ ആവശ്യമാണ്. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ മണ്ണിനോട് ചേർന്നിരിക്കുന്നതായ ശരീരങ്ങളല്ലേ ഈ ജീവിതങ്ങളെ വീണ്ടും അതൊരു ദൈവം ഉദ്ദേശിക്കുന്നതായ പദ്ധതിയിലേക്ക് കൊണ്ടുവരുവാൻ, മനുഷ്യന്റെ മുൻപിൽ വെളിപ്പെടുത്തി കാണിക്കുവാൻ, സകല ഇസ്രായേലും കാണുക സൂര്യന്റെ വെട്ടത്ത് ക്രിസ്തു എന്ന പ്രകാശത്തിൽ വെളിപ്പെടുത്തി കാണിക്കുന്നതിന് വേണ്ടി ഒരു വലിയൊരു പ്രവൃത്തിയുടെ ആവശ്യമുണ്ട്. അതാണ് 3 സൗണ്ട്സ്, 3 ശബ്ദം. ശ്രദ്ധിച്ചു കേൾക്കുക.
കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളം. 3 ശബ്ദങ്ങളുടെ സങ്കലനം ഈ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കും. ഭൂമിയുടെ അധോഭാഗങ്ങളെ തുറക്കും. മണ്ണുകൾ വിഘടിച്ചു പോകും. കുഴികൾ തുറക്കപ്പെടും. പാറകൾ പിളർക്കും. മരിച്ചവർ അക്ഷയരായിട്ട് ഉയർത്തെഴുന്നേൽക്കും. എപ്പോൾ? ഈ 3 സൗണ്ടിന്റെ സങ്കലനത്തിൽ. എന്തുകൊണ്ട് 3 സൗണ്ട്? അവരെ സൃഷ്ടിച്ചു, നിർമ്മിച്ചു, ഉണ്ടാക്കി. ആ 3 ഘടകങ്ങൾ തമ്മിൽ സംയോജിതമാകുവാൻ 3 ശബ്ദങ്ങളുടെ സങ്കലനം ആവശ്യമാണ്. ഈ ശബ്ദം രഹസ്യത്തിലുള്ള ശബ്ദമല്ല. ഈ രഹസ്യം കള്ളനെ പോലെ ഉണ്ടാകുന്ന ശബ്ദമല്ല. ഈ ഭൂമി മുഴുവനും വിറയ്ക്കുന്ന ശബ്ദമാണ്. കർത്താവിന്റെ ഗംഭീരനാദം കേൾക്കുമ്പോൾ, ദൈവത്തിന്റെ കാഹളം കേൾക്കുമ്പോൾ, ദൂതന്മാരുടെ കുഴലൂത്തുകൾ കേൾക്കുമ്പോൾ, ആ ശബ്ദങ്ങൾ 3 കൂടെ ഒരു വലിയ പ്രകമ്പനം ഭൂമിയിൽ കൊള്ളിക്കും. അതോ ഭാഗങ്ങൾ തുറക്കപ്പെടും. തന്റെ മുത്തുകളെ താൻ ചേർക്കും. പ്രൈസ് ദി ലോർഡ്. അതുവരെയും ഭൂമിയോട് പറയുകയാണ്, കീപ് ഇറ്റ് until I come back. ഞാൻ ശബ്ദവുമായിട്ട് വരും. ഞാൻ ചോദിക്കുമ്പോൾ നീ എനിക്ക് തിരികെ തരണം. കാരണം കർത്താവ് അതിൻ്റെ വില കൊടുത്തിട്ടാണ് പോയത്. തൻ്റെ രക്തം കൊടുത്തിട്ടാണ് പോയത്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, നാം ഇന്ന് വായിച്ച വേദഭാഗത്തിൻ്റെ കാതലായ ഭാഗത്തേക്ക് വരാം. നീ അത് രഹസ്യത്തിൽ ചെയ്തു, ഞാനോ അത് പരസ്യമായി ചെയ്യും. നമ്മുടെ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്ന കർത്താവ്, നമ്മുടെ രഹസ്യ സ്വഭാവങ്ങളെ വെളിപ്പെടുത്തുന്ന കർത്താവ്, നമ്മുടെ രഹസ്യ പാപങ്ങളെ വെളിപ്പെടുത്തുന്ന കർത്താവ്, നമ്മുടെ രഹസ്യ പ്രാർത്ഥനകൾക്ക് ഉത്തരം തരുന്ന കർത്താവ്. രഹസ്യത്തിലല്ല ഉത്തരം തരുന്നത്, മറുപടി തരുന്നത് പരസ്യമായിട്ട്. നീ ദൈവമുള്ളവനെന്നും ദൈവത്തിന്റെ സന്തതിയെന്നും ലോകത്തിന്റെ മുൻപിൽ വിളിച്ചു പറയുന്നതിന് ദൈവം രഹസ്യത്തെയല്ല ഉപയോഗിക്കുന്നത്, അത് പരസ്യമായി സകലരും കാണുക. എന്നെ മാനിക്കുന്നവനെ ഞാൻ മാനിക്കും, എന്നെ കണ്ട് എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തും, ഞാൻ കണ്ടെത്തിയെന്ന് ലോകം തിരിച്ചറിയേണ്ടതിന് വേണ്ടി. നമ്മെ ഈ ഭൂമിക്ക് മറ്റുള്ളവർ കാണുക അക്ഷരികമായി പ്രസന്റ് ചെയ്തത് നമ്മുടെ അമ്മയാണ്. അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. അമ്മയുടെ ഉദരത്തിൽ മെടഞ്ഞതിന് സമയമായപ്പോൾ പ്രസന്റ് ചെയ്തു. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. അതിന് സമയമായപ്പോൾ അതിനൊരു സമയം നിശ്ചയിച്ചു, കാലാവധി പറഞ്ഞു, അതൊരു സമയപൂർണത പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ശരീരത്തിൻ്റെ ആ ജനനത്തിനൊരു സമയപൂർണതയുണ്ടെങ്കിൽ വീണ്ടെടുപ്പിനും ഒരു പൂർണ്ണതയുണ്ട് സമയത്തിന്. പ്രൈസ് ദി ലോർഡ്. ഈ വീണ്ടെടുപ്പായ ശരീരത്തിൻ്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനും ഒരു പൂർണ്ണത സമയക്ലിപ്തം കാണും. അത് നമ്മിൽ നിന്ന് ദൈവം രഹസ്യമാക്കി വെച്ചിരിക്കുന്നു. ദൈവം വെച്ചിരിക്കുന്ന രഹസ്യം അതൊന്നു മാത്രം. എപ്പോൾ, എങ്ങനെ, എവിടെ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട വചനത്തെ ഗ്രഹിക്കുവാൻ ദൈവം നിങ്ങൾക്ക് ഭാഗ്യം തന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നാം ചിന്തിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം നിഷ്ഫലമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നിഷ്ഫലമല്ല. ദൈവത്തിൻ്റെ പ്രവൃത്തികളൊക്കെയും ആഴമേറിയ സത്യങ്ങളെയും ആഴമേറിയ അനേക ഘനമായ കാര്യങ്ങളെയും വെളിപ്പെടുത്തുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ കണ്ട് തനിക്ക് അന്തം വിട്ടുപോയി. അങ്ങനെ താൻ പറയുകയാണ്, ദൈവത്തിന്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ. പ്രൈസ് ദി ലോർഡ്. അത് അഗോചരമാണ്, എനിക്ക് കാണാൻ കഴിയില്ല, അതിൻ്റെ അന്തം എനിക്ക് ഗ്രഹിക്കാൻ കഴിയില്ല, എൻ്റെ ബുദ്ധി കൊണ്ട് അതിനെ വിവക്ഷിക്കുവാൻ സാധിക്കുകയില്ല. അത്രയ്ക്ക് അഗാധമാണ്. നമ്മൾ ചെയ്യുന്നതൊക്കെയും ദൈവം കാണുന്നു, നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെയും ദൈവം കേൾക്കുന്നു, നമ്മുടെ വിചാരങ്ങൾ അവൻ ശോധന ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം ഒന്നൊന്നിനോട് യോജിച്ചിരിക്കുന്നു. ദൈവം ചെയ്യുന്നത് സകലതും പൂർണ്ണതയുള്ളതാണ്. നോക്കൂ, യോഹന്നാനോട് ദൈവത്തിൻ്റെ ശബ്ദം പറയുകയാണ്, വരിക, ഞാൻ കുഞ്ഞാടിൻ്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. അപ്പോൾ ദൈവം സകലതും പറയുകയല്ല, കേവലം വാക്കുകളല്ല, കാണിച്ചു തരികയാണ്. ദൈവം സകലതും മറ്റുള്ളവരുടെ മുമ്പിൽ തനിക്കായി അതിന് യോഗ്യതകളുടെ മുമ്പിൽ കാണിച്ചു തരുന്ന പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. കേവലം വാചകമടിയല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ അത് വെളിപ്പെടുത്തുകയാണ്. ഞാൻ കാണിച്ചു തരാം. യോഹന്നാനോട് വീണ്ടും പറയുന്നു, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. ദൈവം കാണിച്ചു തരും. നമ്മോട് ദൈവം ചെയ്യുന്നത് സകലതും കാണിച്ചു തരികയാണ്. വെറും പറച്ചിലല്ല, വാക്കുകളിലല്ല. അവൻ്റെ സകല കാര്യങ്ങളും നമ്മളെ പ്രവൃത്തികളിൽ കൂടെ ദൈവം കാണിച്ചു തരുന്നു, ലോകത്തിന് കാണിച്ചു തരുന്നു. ലോകം അതിനാൽ സാക്ഷീകരിക്കുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് സകലരും കേൾക്കെ ദൈവം സംസാരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ, ദൈവം മഹാനാണ്, ദൈവം മഹാശക്തിമാനാണ്.
ദൈവത്തിൻ്റെ ശക്തി നമ്മളാൽ അളക്കാൻ കഴിയില്ല. ദൈവത്തിൻ്റെ സ്വഭാവത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. നമ്മുടെ ചിന്തയ്ക്ക് അതീതനാണ്, നമ്മുടെ ബുദ്ധിക്ക് അതീതനാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചവനാണ്. ആ സൃഷ്ടിച്ചവനായ ദൈവത്തിന് നാം പ്രിയ മക്കളാകേണ്ടവന് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവം നമ്മുടെ രഹസ്യങ്ങളിൽ കടന്നു വരുന്നു. നാം ചെയ്യുന്നതൊക്കെയും ദൈവം നോക്കിക്കാണുന്നു, കേൾക്കുന്നു. ഭക്തന്മാർ തമ്മിൽ സംസാരിച്ചു, അവൻ ശ്രദ്ധ വെച്ച് കേട്ടു. വചനങ്ങൾ ധാരാളമുണ്ട്. ഈ പ്രഭാതത്തിൽ സമയം ഇതെല്ലാം എടുത്തു കാണിക്കുവാൻ പര്യാപ്തമല്ല എങ്കിലും ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുന്നത്, നമ്മുടെ രഹസ്യങ്ങളെയൊക്കെയും വെളിപ്പെടുത്തുന്ന ഒരു ദൈവം, സർവശക്തനായ ദൈവം, സകലതും നഗ്നവും മലർന്നുമായി അവൻ്റെ മുൻപിൽ കാണുന്നതിനാൽ നമുക്ക് വേണ്ടി സകലതും പ്രതിഫലങ്ങൾ ഒരുക്കിയിരിക്കുന്നത് സകലരും കാണുക. അവൻ നമ്മെ ദൈവത്തെക്കുറിച്ച് നമുക്ക് അല്പമായ കാര്യങ്ങൾ മാത്രമേ അറിയാവൂ. സർവശക്തനായ ദൈവം, സർവ്വവല്ലഭനും ഒക്കെ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നുണ്ടെങ്കിലും അവൻ സ്നേഹനിധിയാണ്. നമ്മുടെ രഹസ്യങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു, രഹസ്യ പ്രാർത്ഥനയിലേക്ക് ഇറങ്ങി വരുന്നു, രഹസ്യ കണ്ണുനീരിലേക്ക് അവൻ ഇറങ്ങി വരുന്നു. മനുഷ്യനോട് പറയാൻ കഴിയാത്തതായ ദുഃഖകരമായ ആഴമേറിയ ദുഃഖങ്ങളിലേക്ക്, സങ്കടങ്ങളിലേക്ക് അവൻ്റെ സ്നേഹം ഇറങ്ങി വരുന്നു. അതിനുശേഷം നമ്മെ അവൻ പിടിച്ചുയർത്തുന്നു. മനുഷ്യപുത്രന്മാരെ ഇവിടെ കയറി വരികയെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് നാം എവിടെ താണുപോയോ അവിടുന്ന് നമ്മെ ഉയർത്തി എഴുന്നേൽക്കുന്നു. കുശവന്റെ കയ്യിൽ പിഴച്ചുപോയ മണ്ണിനെ അവൻ എറിഞ്ഞു കളയാതെ വേറൊരു രൂപമാക്കി അതിനെ വെളിപ്പെടുത്തി അതിനെ മനോഹരമായ ഒരു രൂപമാക്കി പ്രസന്റ് ചെയ്യുകയാണ്. ഗോഡ് ബ്ലെസ് യു.